ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, കാനഡ, ഓസ്ട്രേലിയ, തുർക്കി, ഇറ്റലി, പോളണ്ട്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാവും സഖ്യത്തിലുണ്ടാവുക. സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയും പ്രതിരോധ സെക്രട്ടറി ചെക്ക് ഹേഗലുമാണ് പുതിയ സഖ്യത്തിനായുള്ള നീക്കം നടത്തിയത്. ഐസിസിനെതിരെയുള്ള സഖ്യത്തിൽ അമേരിക്ക ഇപ്പോൾ ഒരു അറബ് രാജ്യത്തെയും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇറാഖിന്റെ 6 അയൽ രാജ്യങ്ങളിൽ ഒന്നുമാത്രമാണ് ഇപ്പോൾ സഖ്യത്തിലുള്ളത്. മറ്റ് 5 രാജ്യങ്ങളായ റഷ്യ, ഖത്തർ, സൗദി അറേബ്യ, ഇറാൻ എന്നീ രാജ്യങ്ങളെ കൂടി സഖ്യത്തിന്റെ ഭാഗമാക്കാൻ പിന്നീട് ശ്രമം നടത്തുമെന്നാണ് അറിയുന്നത്. സഖ്യം സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ സെപ്റ്റംബർ 22-ന് ന്യൂയോർക്കിൽ UN രക്ഷാസമിതി യോഗത്തിന്റെ തുടർച്ചയായി നടക്കും. ഐസിസിനെതിരെ ആക്രമണം ആവശ്യപ്പെട്ട് രക്ഷാസമിതിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ പ്രമേയം അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട്. ഇറാഖിലെ ഐസിസ് നിയന്ത്രിത മേഖലകളിലായിരിക്കും പ്രധാനമായും ആക്രമണം നടത്തുക. നാറ്റോ ഉച്ചകോടിക്കെത്തിയ US പ്രസിഡന്റ് ബറാക് ഒബാമ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ എന്നിവർ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നു. കാനഡയും ഫ്രാൻസും ഐസിസിനെതിരായ എല്ലാ നീക്കത്തിനും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.